വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിനെ ആശ്രയിക്കുന്നവൻ്റെ മേൽ അനുഗ്രഹം വർഷിക്കുമെന്ന് വിവരിക്കുന്ന തിരുവചന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രഗീതം പലരും കണ്ടു ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാഠപീഠകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് അനുഭവിച്ച അടികളിൽ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കിക്കളയണമേ. ആമേൻ.